ഗോൾഡിൽ നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അത് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പാണ്. അതായത് നിങ്ങളതിനെ കണ്ടാൽ മനസ്സിലാവും. ഒരു ട്രെൻഡ് ലൈനിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ഒരു 4-5 പ്രാവശ്യം ട്രെൻഡ് ലൈനിൽ എക്സാക്ട്ലി 15 മിനിറ്റിലൊക്കെ ട്രെൻഡ് ലൈൻ തട്ടി മുകളിലേക്ക് പോയ മാർക്കറ്റാണ്. വീണ്ടും ട്രെൻഡ് ലൈൻ തട്ടി മുകളിലേക്ക് പോയിട്ട് ഇവിടുന്ന് മുകളിലേക്ക് കയറിയ ആളുകളുണ്ടാവും. അതായത് ആ ഒരു സിങ് ഹൈൻ്റെ മുകളിൽ ടാർഗറ്റ് വെച്ച്, പക്ഷേ അതിൻ്റെ തൊട്ട് താഴേക്ക് വരുന്നതാണ് മാർക്കറ്റ്. അപ്പോൾ ഓൾറെഡി ഒരു പ്രാവശ്യം ട്രെൻഡ് ലൈൻ ടാപ്പ് ചെയ്ത് മുകളിൽ പോയി, അങ്ങനെ ഒരുപാട് പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ട് പിന്നെയും ട്രെൻഡ് ലൈൻ ടാപ്പ് ചെയ്ത് മുകളിൽ പോയിട്ടുണ്ട് മാർക്കറ്റ്. പക്ഷേ ഡേ ഹൈ എടുത്തിട്ടില്ല. ആ ഒരു സിങ് ഹൈ എടുക്കാത്തതുകൊണ്ട് തന്നെ അപ്സൈഡിലേക്ക് കയറിയ ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ച ഏരിയ ആയിരിക്കും. പിന്നെ വേറെ ടൈപ്പ് ആളുകളുണ്ട്, അതായത് താഴെ മുതൽ ബുള്ളിഷ് ആയിട്ട് പോകുന്ന മാർക്കറ്റ് അല്ല. അപ്പം അവർ ട്രെയിൽ ചെയ്ത് പോയിട്ട് അവരുടെ സ്റ്റോപ്പ് ലോസ് വെച്ച ഒരു ഏരിയ. 2 ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി അവിടെ ഉണ്ടായത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ നമുക്ക് മുകളിലേക്ക് പോകാം. ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടും ഉണ്ട്, അതുപോലെ ബുള്ളിഷ് ആയ മാർക്കറ്റിൽ അപ്സൈഡിലേക്ക് കയറിയ ആളുകൾ ട്രെയിൽ ചെയ്ത് കൊടുക്കുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് സ്റ്റോപ്പ് ലോസ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ആ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് ട്രേഡിന് പരിഗണിക്കാം. തൊട്ടടുത്താണ് ലിക്വിഡിറ്റിന്റെ മാർക്കറ്റ്. എന്താണ്, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് വരാൻ തോന്നിപ്പിക്കുന്നുണ്ട്. ഇനി ഈ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ 33.80 സമയത്തേക്ക് എന്നുള്ള ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്യണം. നമ്മൾ ഡയറക്റ്റ് ഒരു ട്രേഡ് ജസ്റ്റ് ടാപ്പ് ചെയ്ത് താഴേക്ക് വരാൻ തുടങ്ങുമ്പോൾ തന്നെ മുകളിലേക്ക് ഒരു ട്രേഡ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരു തരം പ്രൈസ് ആക്ഷൻ ട്രാപ്പ് പോലുള്ളൊരു സിസ്റ്റം തന്നെയാണ്. നമുക്ക് എന്താണ്, നല്ല റിസ്ക് റിവാർഡൊക്കെ ഉണ്ട്. 1:10 റേഞ്ചിൽ റിസ്ക് റിവാർഡ് ഉള്ള ഒരു ട്രേഡാണ്. നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം. അപ്പോൾ XNSലാണ് ഇത് ചെയ്യുന്നത്. അൽപാരി ഞാൻ പറഞ്ഞില്ല, അൽപാരി ഞാൻ യൂസ് ചെയ്തിട്ട് നോക്കി വരുന്നുള്ളൂ. വിഡ്രോവല്, ആഡിങ്, ഫണ്ട് ആഡിങ് ഇതൊക്കെ ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഒന്ന് ഫെമിലിയർ ആയതിനു ശേഷം വീണ്ടും അൽപാരിയിൽ ട്രേഡ് ചെയ്യാം. നമുക്കതുവരെ ഇപ്പോൾ ഓൾറെഡി XNSൽ ട്രേഡ് ചെയ്യുന്ന ആളുകളാണ് ഇതിൽ തന്നെ ചെയ്താലും മതി. കാരണം അതും നല്ല പ്ലാറ്റ്ഫോമാണ്. ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഓൾറെഡി അതിൽ ചെയ്യുന്ന ആളുകളാണ് ഇതിൽ തന്നെ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. രണ്ടും ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ചാൻസ് വരട്ടെ. ചാൻസ് വരുമ്പോൾ നമ്മൾ അപ്സൈഡിലേക്ക് ട്രേഡ് എടുക്കും. ഞാൻ അൽപാരി വെയിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നുകൂടി ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ആപ്പൊക്കെ യൂസ് ചെയ്തൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇത് നോക്കുകയാണ് ഒരു 4 അവറിൻ്റെ 4 അവറിലും അല്ല, 4 അവറിൻ്റെ ഒരു സിംഗ് ലോ ആണ്, ഒരു ക്യാൻഡലിൻ്റെ താഴെയാണ്. 4 അവറിൽ വീണ്ടും ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയതല്ലേ. ആ ബുള്ളിഷ് മാർക്കറ്റിൽ ഒരു 4 അവർ ക്യാൻഡലിൽ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഞാൻ മുകളിലേക്കാണ് തോന്നിച്ചതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഉള്ള ഏരിയ. അങ്ങനെയും പറയാം, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ഒക്കെ പറയാം അവിടെ. ഏതായാലും വരുന്നുണ്ട്, നമ്മുടെ ഏരിയയിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ഓർഡർ റെഡി ആക്കി വെക്കാം, ബൈ ഓർഡർ കൊടുക്കാം. ജസ്റ്റ് ആ ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ താഴേക്ക് മാർക്കറ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് അവിടെ നിന്ന് എടുക്കാനാണ് പ്ലാൻ. ഇത് ലോഗിൻ ചെയ്യട്ടെ. XNSൽ ലോഗിൻ ഞാൻ MT5ൽ ചെയ്യേണ്ട, അങ്ങനെ സുഖമുണ്ട്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവരുടെ ആപ്പ് തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റും XNSൽ. അങ്ങനെ ഒരു സുഖമുണ്ട്. പെട്ടെന്ന് ലോഗിൻ ഒക്കെ ചെയ്യാൻ പറ്റും, ഈസിയാണ് കാര്യങ്ങൾ. ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ മാർക്കറ്റായിട്ട് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. ഡയറക്റ്റ് ഒരു ട്രേഡ് അപ്പ് സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഒരു ട്രേഡിലും നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തതാണ്. 50-50 ചാൻസ് ഉള്ള എല്ലാ ട്രേഡിലും. ഈ 1:2 അല്ല 1:2 ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് 50% ചാൻസ് മതി ട്രേഡിൽ. ഞാൻ 1:10 അല്ലെങ്കിൽ 1:5 ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് ഒരു 20% 10% ഒക്കെ വിന്നിങ് റേറ്റ് ഉണ്ടായാൽ തന്നെ പ്രോഫിറ്റബിൾ ആവാൻ പറ്റും. അപ്പോൾ ഓരോന്നിനും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇമോഷൻസിനനുസരിച്ച് പല രീതിയിലും ചെയ്യും. 1:2 എടുക്കുന്നവർക്ക് എടുക്കാം, 1:3 എടുക്കേണ്ടവർക്ക് എടുക്കാം. 1:2 വലിയ റിസ്ക് റിവാർഡ് വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് ലോസസ് ഒരുപാട് കാണും. ലോസസ് ഒരുപാട് കാണുമ്പോൾ നമ്പർ ഓഫ് SL കൂടുതൽ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്കറിയാം നല്ലൊരു ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കവർ ആവുന്നുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ്, ചിലർക്ക് ആ ബുദ്ധിമുട്ടാണ് ആക്സെപ്റ്റ് ചെയ്യാൻ. കാരണം ലോസ് വരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇടയ്ക്കിടയ്ക്ക് പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ കുറച്ചും കൂടി 1:2 ഒക്കെ എടുത്താലും മതി. ഈ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസിന്, നമ്മൾ സ്ട്രാറ്റജി നമ്മൾ പരീക്ഷിക്കാത്തതുകൊണ്ടാണ് പലർക്കും ഉണ്ടാവുക. നമ്മൾ നല്ല മാർക്കറ്റിൽ റിയാക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ അപ്പോൾ നമുക്കൊരു ടെൻഷനൊന്നും ഉണ്ടാവില്ല. ഇത് വർക്ക് ചെയ്യും, ഇതല്ലെങ്കിൽ ഒരു 4 ട്രേഡേഴ്സിൽ അടിച്ചാലും അടുത്ത് വർക്ക് ചെയ്യുന്നുള്ള തോന്നലുണ്ടാവും. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, വരുന്നുണ്ട്, താഴേക്ക് വരട്ടെ. ജസ്റ്റ് ഒന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെടുക്കും. ഓക്കെ, ഡൺ. ബൈ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസും ഉള്ളൂ. നമ്മൾ ചെറിയ സ്റ്റോപ്പ് ലോസും വലിയൊരു ടാർഗറ്റുമാണ് വെക്കുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ്, നമ്മുടെ എൻട്രി കിട്ടിയത് 33.80,995. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരെ 33,78,995. 9 വെച്ചാൽ മതി. 2 പോയിന്റ് SL ഉള്ളൂ കേട്ടോ, 2 പോയിന്റ് SL ഉള്ളൂ. ഈ ട്രേഡ് 30 പോയിന്റ് റേഞ്ചിലാണ് നമ്മൾ ടാർഗറ്റ് വെക്കുന്നത്.
അതായത് 1:15 ഉണ്ട്. 1:15, അതായത് 52,000 നമുക്ക് പ്രോഫിറ്റ്, 3000 സംതിങ് ആണ് ലോസ് വരിക. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ട്രേഡിൽ തന്നെ ഇപ്പം ഞാൻ പറയാം, ഇൻ കേസ് നമ്മളെ ഈ ട്രേഡിൽ നമുക്കൊരു SL ആണെങ്കിൽ ഓക്കെ, SL ആണെങ്കിൽ നമുക്ക് 3,000 സംതിങ് ലോസ് വരുമ്പോൾ ഞാൻ എൻ്റെ മൈൻഡിൽ ഓക്കെ, ഇന്നത്തെ എൻ്റെ പരിപാടി കഴിഞ്ഞു, ഇനി ഞാൻ വാശി പിടിച്ച് വീണ്ടും ചെയ്യാൻ നിൽക്കുന്നില്ല, നാളെ നോക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഉണ്ടാവുക. കാരണം ഓരോ ട്രേഡ് എടുക്കുമ്പോഴും ഒരു പ്ലാൻ ഉണ്ടാവല്ലോ, പ്രീ പ്ലാൻ ചെയ്ത്. അതേപോലെ ഇപ്പോൾ ഈ ട്രേഡിൽ അതേപോലെ ടാർഗറ്റിലും സ്റ്റോപ്പ് ലോസിലും ഞാൻ വല്ല ചേഞ്ചസ് വരുത്തില്ല. കാരണം പലപ്പോഴും നമ്മൾ ലിക്വിഡിറ്റി എടുത്തിട്ട് ട്രേഡ് എടുക്കുമ്പോൾ വീണ്ടും വന്നിട്ട് ചിലപ്പോൾ ഒന്നുകൂടി ടിപ്പിലടിച്ചിട്ട് ചിലപ്പോൾ പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ഇത് വരണ്ടെന്ന് വെച്ച് ഇതിൽ ഒരു പ്രോഫിറ്റും ഒരു SL-ഉം ഒരു ടാർഗറ്റും ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കൊടുക്കും. അതിൽ നോക്കാം, നമുക്ക് അത് വെയിറ്റ് ചെയ്യാം, അതിൽ എന്താണ് സംഭവിക്കുന്നത് അത് അക്സെപ്റ്റ് ചെയ്യാം. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് 1:15 ഒക്കെ ടാർഗറ്റ് ഉണ്ട്. 1:15 റിസ്ക് റിവാർഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ട്രേഡിൽ ഇത് ഞാൻ 3 പോയിന്റ്സ് ആണ് SL വെച്ചിട്ടോ. 2 പോയിന്റ്സ് ഇപ്പോൾ ഞാൻ ആക്ച്വലി വെച്ചിട്ടുള്ളൂ. 2 പോയിന്റാണ് SL വെച്ചതെങ്കിൽ നമുക്ക് 1:15 അബവ് റിസ്ക് റിവാർഡ് ഉണ്ട്. 1:15 ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇനി അടുത്ത ഇതിൽ ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു 14 ട്രേഡ് SL വന്നാലും നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ട്രേഡ് അല്ലെങ്കിൽ മാസത്തിലൊരു 4 ട്രേഡ് ടാർഗറ്റ്, 3 ട്രേഡ്, നമ്മളൊരു 30 ട്രേഡ് എടുക്കുമ്പോൾ ഒരു 3 ട്രേഡ് നമുക്ക് ടാർഗറ്റ് അടിച്ചാൽ 27 SL 3 ടാർഗറ്റ് അടിച്ചാൽ പോലും നമ്മൾ പ്രോഫിറ്റബിൾ ആയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള സിസ്റ്റം ചെയ്യുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഴയ ഒരു ട്രേഡറെ കുറിച്ച് ഒരു സ്റ്റോറിയൊക്കെ കേട്ടിട്ടുണ്ടാവും. പുള്ളിയുടെ വിന്നിങ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ വെറും 5% ഉള്ളൂ. വെറും 5%. അതായത് 100 ട്രേഡ് എടുക്കുമ്പോൾ 95 SL 5 ടാർഗറ്റ് ഉള്ളൂ. എന്നിട്ടും അദ്ദേഹം മില്യൺസ് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ ഒരു എടുക്കുന്ന ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ മോൺസ്റ്റേഴ്സ് ആയിരിക്കുന്ന പുള്ളി പറഞ്ഞത്. അതായത് ഈ ഹൈ 1:10, 15 20 ഒക്കെ റേഞ്ചിൽ എടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് വളരെ റെയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിനനുസരിച്ച് അവരുടെ റിസ്ക് റിവാർഡ് ചെയ്യാവുന്നതാണ്. ഏതായാലും ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാം, ഇതിൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ഇന്നലെ നമ്മൾ ട്രേഡ് എടുത്ത ആ ട്രേഡിൽ നമുക്ക് എന്താണ് നമ്മുടെ SL ഹിറ്റ് ആയിട്ടുണ്ട്. ഓൾറെഡി നമ്മളെ 1:10 റേഞ്ച് വരെയൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട്. 1:10 റേഞ്ച് വരെ മൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ SL ഹിറ്റ് ആയത്. 1:10 റേഞ്ച് വരെ മൂവ് ചെയ്തു. അതായത് നിയർലി 40,000 രൂപ വരെ പ്രോഫിറ്റ് കാണിച്ചതിന് ശേഷം രാത്രി 11:30ക്കാണ് എൻ്റെ SL ഹിറ്റ് ആയത്. ഇതിൽ നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത കാര്യം തന്നെ ഓൾറെഡി ട്രേഡ് എടുക്കുമ്പോൾ എക്സാക്ട്ലി ടാർഗറ്റും SL-ഉം കീപ്പ് ചെയ്യാൻ നമ്മൾ. കാരണം പല സമയങ്ങളും മാർക്കറ്റ് നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം ഇത്രയും പോയിട്ട് ചിലപ്പോൾ നമ്മുടെ എൻട്രി OB ഏരിയയിലൊക്കെ വന്നിട്ട് വീണ്ടും ടാർഗറ്റിലേക്ക് പോകണം. അപ്പോൾ പലപ്പോഴും നമ്മളൊരു ട്രെയിലിംഗ് SL-ഓ വെക്കുമ്പോൾ SL അടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ട്രേഡിൽ പ്രീ പ്ലാൻ ചെയ്തത്. ഇതിൽ ചേഞ്ചസ് ഒന്നും ഇല്ലാതെ തന്നെ മുകളിൽ വരെ വരിക. നിങ്ങൾ കണ്ടു, ഇവിടെ 40,000 വരെ പ്രോഫിറ്റ് കാണിച്ചിട്ട് വീണ്ടും കോസ്റ്റ് പ്രൈസിലേക്ക് എത്തി. വീണ്ടും 40,000 റേഞ്ചിലേക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അത് ഞാൻ തീരുമാനിച്ചത് എൻ്റെ കറക്റ്റ് തീരുമാനമായിരുന്നു, കൂടുതൽ ടാർഗറ്റിലേക്ക് പോകും എന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ജസ്റ്റ് ഇന്ന് ടിപ്പിലടിച്ചിട്ട് വീണ്ടും പോയി. അപ്പോൾ ഇതൊരു അടുത്തൊരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ തന്നെയാണ് കേട്ടോ താഴേക്ക് വന്നത്. അതും ഒരു കറക്റ്റായിട്ട് 15 മിനിറ്റിൻ്റെ ഒക്കെ ഒരു ലിക്വിഡിറ്റി ഏരിയ തന്നെ വീണ്ടും താഴേക്ക് വന്നത്. കുഴപ്പമില്ല, നമ്മൾ പ്രോപ്പറായിട്ട് ഇതിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ കൂടുതൽ കോൺഫിഡൻ്റ് ആയതാണ് ശരിക്കും. കാരണം നമുക്കറിയാം, പിന്നെ നമുക്ക് റിസ്ക് റിവാർഡ് കൂടുതൽ വെക്കുന്ന ട്രേഡേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ എണ്ണത്തിൽ ലോസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവും. പക്ഷേ നമുക്ക് ഒരു 1-2 ട്രേഡ് ഇതെല്ലാം കവർ ചെയ്യാൻ മതിയാവും. ഈ ഒരു 1:15 അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കുറേ ട്രേഡ് SL അടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് അടിക്കുക എന്നുള്ളതാണ്. അതുവരെ നമ്മൾ പേഷ്യൻസോടെ ഇരിക്കുക. ഒരു ട്രേഡ് SL അടിക്കുമ്പോഴേക്കും ചാടി കയറി അത് കവർ ചെയ്യണമെന്ന് വിചാരിച്ച് ട്രേഡ് ചെയ്യാതെ നല്ല അവസരം വരുമ്പോൾ നാളെയും നോക്കാം. ഇനി മൺഡേ നല്ല അവസരം ഉണ്ടാവണമെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക. അത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം. ഇതിൽ അതാണ് ഞാൻ പ്രീ പ്ലാൻ ട്രേഡ് തുടങ്ങുമ്പോൾ ഞാൻ ഹാപ്പി ആയത് എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ ട്രേഡ് തുടങ്ങുമ്പോൾ വിചാരിച്ചത് കറക്റ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്തിട്ട് ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ SL കൊടുക്കുക. ഈ 2 കാര്യങ്ങളും ഞാൻ ഒരു ചേഞ്ചസും വരുത്തിയിട്ടില്ല. 40,000 വരെ പ്രോഫിറ്റ് പോയി എന്ന് വിചാരിച്ചിട്ട് ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാൻ ഒന്നും ചെയ്തില്ല. കാരണം പ്രീ പ്ലാൻ ചെയ്തത് അങ്ങനെയാണ്. എല്ലാ ട്രേഡിലും അങ്ങനെയല്ല. ചില സമയത്ത് ഞാൻ വിചാരിക്കും മോഡലും ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ടാകുമ്പോൾ അത് ടാപ്പ് ചെയ്യുമ്പോൾ ഒന്ന് ഹാഫ് പ്രോഫിറ്റിലേക്കൊക്കെ വെക്കുക, അങ്ങനെയൊക്കെ പലതും ചെയ്യാറുണ്ട്. പക്ഷെ ഇതിൽ ഞാൻ പ്രീ പ്ലാൻ ചെയ്ത് ഈ രീതിയിലായതുകൊണ്ട് ഇത് ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അങ്ങനെയാണ് നമ്മൾ ഹാപ്പി ആവേണ്ടത് ട്രേഡിൽ. അല്ലാതെ നമുക്ക് ലാഭം എത്ര വന്നു അല്ലെങ്കിൽ നഷ്ടം കുറഞ്ഞു എന്ന രീതിയിൽ ഹാപ്പി ആവാതെ നമ്മുടെ റൂള് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഹാപ്പി ആയാൽ നമുക്ക് ലോങ്ങർ റണ്ണിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി. എൻ്റെ ഒരു തോന്നൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഇതിൽ നമുക്കിവിടെ കാണാം ട്രേഡ് എടുത്തതിൻ്റെ ഒരു അതിൽ ക്ലോസ്ഡ് പൊസിഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഇന്നലത്തെ ട്രേഡിൽ 3,865 ഈ സെയിം ട്രേഡിൽ തന്നെ 40,000 റേഞ്ചിൽ പ്രോഫിറ്റ് പോയ ട്രേഡാണ്.
എന്നാൽ നമ്മൾ എടുത്ത ട്രേഡ് തന്നെയാണ്, സെയിം ട്രേഡ് തന്നെയാണ് 4:56. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, അതായത് ഞാൻ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത സമയത്ത് എടുത്ത ട്രേഡ് അല്ല അത്. ജസ്റ്റ് എൻ്റെ ട്രേഡ് ഞാൻ എൻട്രി എടുത്തത് എവിടെ നിന്നാണ്? ഈ ഒരു ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിലിൻ്റെ 4:54 ക്യാൻഡിൽ താഴേക്ക് മാർക്കറ്റ് വന്ന് 4:56 ഇവിടെ എൻട്രി എടുത്തതാണ്. 4:56 ഞാൻ എൻട്രി എടുത്തത്. കറക്റ്റ് ഞാൻ എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് പോകാതെ കറക്റ്റായിട്ട് എത്ര മുകളിലേക്ക് പോയതെന്നുണ്ടോ? ഗോൾഡിലൊക്കെ ഇത്രയും ടാർഗറ്റൊക്കെ വലിയ വെക്കുന്ന ആളുകൾ കുറവാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് എടുത്തതിന് ശേഷം മാർക്കറ്റ് ഓൾമോസ്റ്റ് 22 പോയിന്റിന്റെ റേഞ്ചിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഗോൾഡിൽ 22 പോയിന്റ്സ് ആണ്. നമ്മൾ എടുത്ത ഒരു ക്യാൻഡിൽ പോലും ഇതിന്റെ താഴേക്ക് പോയില്ല. അപ്പോൾ അതാണ് ചില സമയത്ത് ലിക്വിഡിറ്റിന്റെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. പലപ്പോഴും ലിക്വിഡിറ്റി നന്നായിട്ട് റിസ്ക് റിവാർഡ് തരും, അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ട്രേഡിൽ എടുക്കാനുള്ള റീസൺ, ഒരുപാട് റീസൺസ് ഉണ്ട് അല്ലേ, 2-3 റീസൺസ് ഉണ്ട് ഇതിൽ. അതുകൊണ്ടാണ് ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. ഇന്നത്തെ ഡേ ഹൈ ഒക്കെ എടുത്ത് പോയി ടാർഗറ്റ് അടിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് ഇത്രയും പോയപ്പോഴൊക്കെ. പക്ഷേ അത് തിരിച്ചു വന്നു. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല, മാർക്കറ്റാണ്, മാർക്കറ്റ് തീരുമാനിക്കും ചില ലാഭം തരണോ നഷ്ടം തരണോ. അത് നമ്മൾ നമ്മുടെ പ്രോസസ്സ് ഫോക്കസ് ചെയ്ത് നിൽക്കാം. ഇതിൽ ഒരുപാട് ഞാൻ പറഞ്ഞില്ല, ഒരു ട്രെൻഡ് ലൈനിൽ എത്ര നേരം സ്പെൻഡ് ചെയ്ത ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈൻ ഡയറക്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു പോസിബിലിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മുകളിലേക്ക് 2 ടൈപ്പ് ഓഫ് ആളുകൾ ഇവിടെ എൻട്രി ചെയ്യും. ഒന്ന്, ഈ ട്രെൻഡ് ലൈനിൽ ഇവിടെ താഴെ മുതലൊക്കെ ട്രേഡ് ചെയ്ത ആളുകൾ, ഇങ്ങനെ ചില ആളുകൾ ട്രേഡ് ചെയ്ത് ഓരോ സിംഗ്ലോന്റെ അടയിൽ താഴേക്ക് അവരുടെ സ്റ്റോപ്പ് ലോസ് വെച്ച് പോകുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഉള്ള ഒരു ഏരിയ ആയിരിക്കും ഇത്. രണ്ടാമത്തെ കാര്യം, ഇത്രയും ബുള്ളിഷായി പോയ മാർക്കറ്റിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് താഴേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട് എന്ന് ചിന്തിക്കുമ്പം താഴേക്ക് ട്രേഡ് ചെയ്യുന്ന ആൾ, 2 ടൈപ്പ് ഓഫ് ആളുകൾ അവിടെ ഉണ്ട്. അപ്പം ബയേഴ്സിന്റെ എണ്ണം മീൻസ് നോർമൽ റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ ഒരുപാട് ഓർഡേഴ്സ് ഉള്ള ഒരു ഏരിയയാണ് ഈ ഒരു ലോയുടെ താഴെ. അതുകൊണ്ട് ഡയറക്റ്റ് അവിടെ നിന്ന് എടുത്തു എന്നുള്ളൂ. അപ്പോൾ ഇതേപോലുള്ള പല പ്രൈസ് ആക്ഷൻ ട്രാപ്പുകളിലും ഞാൻ ട്രേഡ് ചെയ്യാറുണ്ട്. അതിന് നമ്മൾ നോർമൽ പ്രൈസ് ആക്ഷൻ ആദ്യം പഠിച്ച ആളുകൾക്ക് മനസ്സിലാവും കുറേയൊക്കെ എവിടെയായിരിക്കും നമ്മൾ എടുക്കുക ട്രേഡ് എന്നൊക്കെ. അപ്പം അത്തരം ആളുകൾ എന്താ പറയുക, എക്സിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർ താഴേക്ക് കയറുന്ന സമയങ്ങളിലൊക്കെയാണ് ഞാൻ അധികം ട്രേഡ് ചെയ്ത്. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ 2 ടൈപ്പ് ഓഫ് ആളുകൾ ഉണ്ടായത് കൊണ്ടാണ് മുകളിലേക്ക് കയറാനുള്ള റീസൺ ഉണ്ടായത്. പക്ഷേ നമ്മുടെ ടാർഗറ്റ് അടുത്ത് വരെ വന്നിട്ട് അടിച്ചു, കുഴപ്പമില്ല. നമുക്കിനി നാളെ നോക്കാം. നാളെ ഇനിയിപ്പോൾ ഈ വാശിയിൽ ഞാൻ ട്രേഡ് എടുക്കാനൊന്നും പോകുന്നില്ല. കറക്റ്റ് നല്ല അവസരം വരുന്നുണ്ടെങ്കിൽ മൺഡേയിൽ ഒരു ട്രേഡ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യും, 1-2 ട്രേഡ്സ് നോക്കും, അത്രേ ഉള്ളൂ. ഇനി അതല്ലെങ്കിൽ ട്യൂസ്ഡേ നോക്കും. അതായത് ഒരുപാട് ഓവർ ട്രേഡൊക്കെ ചെയ്തിട്ട് കൊളാക്കൊന്നുമില്ല, നഷ്ടം വരെ ലാഭം വരെ ചെയ്ത്. എനിക്കറിയാം, ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ കോൺഫിഡൻ്റ് ആണ്. എപ്പോഴെങ്കിലും എനിക്കൊരു നല്ല റിസ്ക്, ചിലപ്പോൾ 1:5 ആയിരിക്കാം, 1:3 ആയിരിക്കാം, നല്ല റിസ്ക് റിവാർഡുള്ള ട്രേഡ് ഇടയ്ക്ക് കിട്ടിയാൽ മതി. നമുക്ക് എല്ലാ ദിവസവും ടാർഗറ്റ് അടിക്കണമെന്നോ അങ്ങനെ ഒരു സിസ്റ്റം ഒന്നും മാർക്കറ്റിലില്ല. ഒരാൾ നിങ്ങളോട് ടെലിഗ്രാമിൻ്റെ ഇത് വെച്ചിട്ട് പറയാണ് ഞാൻ മാസം എത്ര ശതമാനം ഉണ്ടാക്കി തരാം, അതൊന്നും ഒരു ലോകത്തിൽ ഒരാൾക്ക് പ്രഡിക്റ്റ്, ഈവൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പോലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരാൾ എന്താ പറയുക പറഞ്ഞു കഴിഞ്ഞാലോ അതിൽ നിന്ന് പൈസ കൊടുക്കാനോ ട്രേഡ് ചെയ്യാനോ നിൽക്കണ്ട. നമുക്ക് സ്വയം ബോധ്യപ്പെട്ടുന്ന ഒരു സിസ്റ്റം. മാർക്കറ്റിൽ അങ്ങനെ ഒരാൾക്കും പൈസ ഉണ്ടാക്കാൻ പറ്റൂല. ഒരാൾ അങ്ങനെ 100% ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റൂല. ഇപ്പം നിങ്ങൾക്കായാലും ഈ മാസം ഇത്രയൊക്കെ ട്രേഡ് ചെയ്താലും നിങ്ങൾക്ക് ലാഭം കിട്ടുമെന്നൊരു ഉറപ്പില്ല. നമുക്ക് ലോങ്ങർ റണ്ണിൽ നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് റിസ്ക് റിവാർഡ് പാലിക്കണം, ഓവർ ട്രേഡ് കുറക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മാർക്കറ്റിൽ കുറച്ച് കാലം ഇരുന്നിട്ട് നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റൊക്കെ ഒന്ന് റെഡിയാക്കി തന്നെ എടുക്കണം ട്രേഡിങ്ങിൽ. ഇന്ത്യൻ മാർക്കറ്റിനെ അപേക്ഷിച്ച് ഒരുപാട് നല്ലതാണെങ്കിൽ കൂടി ഈവൻ ഗോൾഡിലായാലും ഡിസിപ്ലിൻ നമ്മൾ പാലിച്ചില്ലേ മാർക്കറ്റിൽ നമ്മൾ ഔട്ടാണ്, നമ്മൾ എടുത്ത് കളയും. മാർക്കറ്റ് നന്നായിട്ട് ഡിസിപ്ലിനും നല്ല മാർക്കറ്റിനെ റീഡ് ചെയ്യാനുള്ള ഒരു കഴിവും എല്ലാവരും ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കുന്നതിനെക്കാളും എപ്പോഴും വെറൈറ്റി ലിക്വിഡിറ്റിനെ ബേസ് ചെയ്ത് ചിന്തിച്ചാൽ കുറച്ചും കൂടെ റിസൾട്ട് നമുക്ക് ഉണ്ടാവും. വേറെ സിസ്റ്റത്തിനെ മോശമാക്കിയൊന്നും ഞാൻ പറയില്ല, നോർമൽ ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ ഇതിനൊന്നും മോശമാക്കി പറയുന്നില്ല. അതിലും ഡിസിപ്ലിനോട് ചെയ്താൽ മോശമില്ലാതെ വലിയ പ്രോഫിറ്റ് ഇല്ലെങ്കിലും വലിയ ലോസ് ഇല്ലാതെയൊക്കെ പോകാൻ പറ്റും. ഈവൻ അതാണ് ഒരു ഡിസിപ്ലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. വലിയൊരു സിസ്റ്റം അല്ലെങ്കിൽ പോലും ഡിസിപ്ലിൻ നമുക്ക് ഉണ്ടെങ്കിൽ കുറെ കൂടി മാർക്കറ്റിൽ നിൽക്കാൻ പറ്റും. പിന്നെ എപ്പോഴും ഇങ്ങനെയുള്ള ലിക്വിഡിറ്റി അല്ലെങ്കിൽ ആളുകളെ ട്രാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ആകുമ്പോൾ കുറച്ചും കൂടി റിസ്ക് റിവാർഡ് കിട്ടുന്നതാണ് കുറച്ചും കൂടി ഒരു പ്രോബിലിറ്റി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.